നമസ്കാരം സർ. ഞാൻ ഇത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു മൂന്നാം കണ്ണ്, തേർഡ് ആയി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓഫീസ് ബിൽഡിങ്സിനുള്ളിൽ ഇൻഡോർസിൽ GPS വർക്ക് ചെയ്യില്ല. പക്ഷേ ഇത് നോക്കൂ. യെസ്, അപ്പോൾ ലിഫ്റ്റ്, സ്റ്റെപ്സ് എല്ലാം ഈ ആപ്പ് കാണിച്ചു കൊടുക്കും. പിന്നെ ഇത് നോക്കൂ സർ, ഇതാണ് തടസ്സം ഡിറ്റക്ഷൻ. അപ്പോൾ റിയൽ ടൈം ആയിട്ട് തടസ്സമെല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ട് കാഴ്ചയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആരുടെയും സഹായം വേണ്ട. താങ്ക് യു സർ. സർ, ഈ ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിലൂടെ ആദ്യം ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ബയോ വേസ്റ്റ് ഈ ഒരു കളക്ടറിലിടുന്ന സമയത്ത് ഈ ഒരു കൺവെയർ സിസ്റ്റം വഴി ഈ ഒരു മെഷീനിലേക്ക് ഡിപ്പാവും. ഈ മെഷീൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ആ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്കാണ് യൂസ് ചെയ്യുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിന് വാട്ടർ ടാങ്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ വരുന്ന സ്ലറി ഈ പൈപ്പിലൂടെ പോയിട്ട് ഈ ഒരു ടാങ്കിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഈ ടാങ്കിൽ കിടന്നിട്ട് 45 ഡേയ്സിന് ശേഷം ഫെർട്ടിലൈസറായിട്ട് മാറും. ആ ഫെർട്ടിലൈസർ കുറച്ച് വെറ്റായിരിക്കും. ആ വെറ്റായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഈ ഒരു ബയോ വേസ്റ്റ് ഡ്രയറോട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ 45 ദിവസത്തിനുള്ളിൽ ഇതിൽ നമുക്ക് ബയോഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ആ ബയോഗ്യാസ് ഫോർമേഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇതിലുണ്ടാകുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ഈ ബയോഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു മീഥേൻ ലിക്വിഫാക്ഷനിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാസായിട്ട് വരുന്നത് നമുക്ക് ലിക്വിഡായിട്ട് കിട്ടും. ഗ്യാസായിട്ട് വരുന്നത് ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡ് നമുക്ക് ഈ ഒരു LNG ടാങ്കിലേക്കാണ് സ്റ്റോർ ചെയ്യുക. ഈ LNG ടാങ്ക് ഇതിനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് വീടുകളിലേക്ക് പാസ് ചെയ്യുന്ന പോലെയുള്ള പൈപ്പ് ലൈനാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ സർ 3 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സിലിണ്ടേഴ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മൂന്നാമത്തെന്ന് പറയുന്നത് CNG വെഹിക്കിൾസുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സാർ. സോ ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ബേസിക്കലി ഫിസിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഷെയ്ക്ക് ഹാൻഡ് തരും, ഡാൻസ് ചെയ്യും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് മനുഷ്യർ സംസാരിക്കുന്നതോടെ തന്നെ നമുക്ക് ഇതിനോട് 36 ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അതുപോലത്തെ കസ്റ്റം ലാംഗ്വേജസൊക്കെ ട്രെയിൻഡ് ആണ്. സോ എന്ത് കാര്യങ്ങളും സംസാരിക്കാം. ഒരു കൈൻഡ് ഓഫ് എ ഹ്യൂമനോയിഡ് ഫ്രണ്ട് പോലെ ആക്ട് ചെയ്യും. പിന്നെ ടാസ്ക് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് കെയർ ഫീച്ചേഴ്സ് ഉണ്ട്. ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ അതൊക്കെ സെൻസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്നൊരു ഹ്യൂമനോയിഡ്. പറഞ്ഞാൽ കേൾക്കും. എൻ്റെ വീഡിയോ ഉണ്ട് കാണിച്ചത്. ഇതിപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് സ്റ്റേജ് അല്ല, കുറച്ച് കാര്യം സെറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ ഉണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ സാർ, ഇതെന്ന് പറയുമ്പോൾ ഒരു സ്പാർക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റോബോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ പമ്പ അതുപോലത്തെ നദികളൊക്കെ ഇപ്പോൾ പൊല്യൂട്ടറാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നദികളിലെ സർഫസിലുള്ള വേസ്റ്റ് നമുക്ക് ഈ ഒരു കൺവെയർ ബെൽറ്റ് വഴി, അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇതിങ്ങനെ ആക്കുമ്പോൾ ഇത് കറങ്ങേണ്ടതാണ്. ഇത് കറങ്ങിയിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് വന്ന് ഡെപ്പോസിറ്റ് ആകും. അത് മാത്രമല്ലാണ്ട് ഇതിന് വേറെ എക്സ്ട്രാ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇതിന് ഫ്ലഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു ആൻറ്റീന ഉണ്ടോ, ഈ ആൻറ്റീന വെച്ചാൽ ഇങ്ങനെ ഇത് തട്ടി വിടുമ്പോൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. ആ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതൊരു ഇത്ര ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈബ്രേഷനൊക്കെ വരുമ്പോൾ, ഈ സാധാരണ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഓക്കെ, ഇതൊരു പരിധി കടന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ഫ്ലഡ് അലേർട്ട് കൊടുക്കും. വേറെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഈ മീനിൻ്റെയൊക്കെ ഇതിനു വേണ്ടി നമ്മളിവിടെ ഒരു ബയോ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് വഴി വെള്ളം ഇവിടെ വരികയും ഇവിടുന്ന് ഫിൽറ്ററായി തിരിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ എയറേഷൻ നടക്കും. പിന്നെ ഇവിടെ ഒരു മൊസ്കിറ്റോ ലാർവ സപ്രഷൻ, അതായത് ഈ കൊതുകിൻ്റെയൊക്കെ മുട്ട അതിങ്ങനെ ഒരു ഇത്ര അളവിൽ കറങ്ങുമ്പോൾ ഒരു ചെറിയ വേവ് ഉണ്ടാകും. ആ വേവ് വന്നിട്ട് ആ മുട്ടേനെ പൊട്ടി. ഇതിപ്പോൾ നമ്മൾ ലൈറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ സാധനം 25 kHz ഫ്രീക്വൻസി ഉണ്ടാകുമ്പോൾ പൊട്ടേണ്ടതാണ്. പിന്നെ ഒബ്സ്റ്റക്കിൾ സെൻസർ ഞങ്ങളോട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വാല്യൂ ഇവിടെ ഇങ്ങനെ മാറുന്നതാണ്. ഇവിടെ ഫയർ സെൻസർ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മെഷീനാണ്. ഇതൊരു സേഫ്റ്റി ഫീച്ചർ പോലെ ഞങ്ങൾ വെച്ചാണ്. ഒരു ഫയർ എന്തെങ്കിലും വന്നാൽ ഓക്കെ. സർ, ഇതൊരു ഫാമിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന AI റോബോട്ടാണ്.
ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാടത്തേക്ക് വരുന്ന മൃഗങ്ങളുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഹീറ്റ് വെച്ചിട്ട് അവർ സെൻസ് ചെയ്യും. അതുപോലെ നോർമൽ CCTV ഫുട്ടേജസ് പോലുള്ള ഫുട്ടേജസ് വെച്ച് അവർ സെൻസ് ചെയ്ത് അവരെ നമ്മൾ ഈ AI ക്യാമറാസ് റോഡിൽ നിയമം തെറ്റിക്കുന്നവരെ കണ്ടുപിടിക്കുന്നത് പോലെ മൃഗങ്ങളെ ക്ലാസിഫൈ ചെയ്ത് AI ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്ത് അവർക്കുള്ള പ്രിക്കോഷൻസ് എടുക്കും. ഈ ആന, പന്നി, മാൻ അങ്ങനെയുള്ള ഓരോ ആനിമൽസിനും ഒരു പ്രിക്കോഷൻസ് എടുക്കും സർ. അപ്പോൾ ഈ പന്നി, മാനൊക്കെ ആണെങ്കിൽ ലൈറ്റ് സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കും. ആന പോലെ വലിയ അപകടകാരികളാണെങ്കിൽ ഹ്യൂമൻസിന് നമുക്ക് മെസ്സേജ് വഴി അലേർട്ട് തരും സർ. സർ, ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സൈലൻസ് സോൾ ആണ്. ഇത് ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ആംഗ്യ ഭാഷയെ ശബ്ദമാക്കി മാറ്റാനും തിരിച്ച് ശബ്ദത്തെ ആംഗ്യ ഭാഷയായി മാറ്റാനും സാധിക്കുന്നതാണ്. ഇനി എല്ലായിടത്തും ഇത് ആപ്പ് യൂസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മളൊരു നെക്ക് ബാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ക്യാമറാസ് ഉണ്ട്. അത് ധരിച്ചിരിക്കുന്ന ആളുടെ ആംഗ്യ ഭാഷയെ പിടിച്ചെടുത്ത് ശബ്ദമായി പുറത്ത് നൽകുകയും തിരിച്ചതേ ശബ്ദത്തെ അകത്തോട്ടെടുത്ത് തന്നെ ഒരു സ്ക്രീൻ നൽകുന്നതാണ്. അതിലേക്ക് ആംഗ്യ ഭാഷയെ നൽകാനും സാധിക്കുന്നതാണ്. ഇതിൽ പ്രോട്ടോടൈപ്പായിട്ട് വരും. അങ്ങനെ അതുപോലെ തിരിച്ചും ചെയ്യാൻ കഴിയും. ഗുഡ് മോർണിംഗ് സാർ. ഇതെന്ന് പറയുമ്പോൾ AI സഹായത്താൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഓടിക്കാനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലത്തെ മീഡിയ അവിടുത്തെ ജനങ്ങളെ അറിയിക്കാനുള്ളൊരു AI അഡ്വാൻസ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഫെൻസാണ്. കാരണം മനുഷ്യന്മാർ വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഷോക്ക് അടിക്കില്ല, എന്നാൽ ഒരു വന്യമൃഗം വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കും. പക്ഷേ ചില കേസുകളിൽ ഇത് കടന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ വെച്ചിട്ടുള്ള ലേസർ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് ആദ്യം അതിന് മോഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ മോഷൻ ഉണ്ട് എന്ന്, കാരണം ചലനം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ചലനം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടുള്ള AI ക്യാമറ ആക്ടിവേറ്റ് ആയിട്ട് ആ വന്നിരിക്കുന്ന മൃഗത്തിൻ്റെ ഫോട്ടോയും സാർ നമസ്കാരം, എൻ്റെ പേര് നിവേദ്യ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് വാഹനങ്ങളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ആക്സിഡൻറ്റിൻ്റെ കാരണങ്ങളും ഒന്നുകിൽ ഡ്രൈവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചതാവാം, അല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയതാവാം. അപ്പോൾ അതിനെ ആ ഒരു തരത്തിൽ ഇനി ആരുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്നൊരു രീതിയിലാണ് ഞങ്ങളിത് വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് ഡ്രൈവർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സിസ്റ്റം ചെക്ക് ചെയ്യും അവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അഥവാ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് നിയമപരമായും തെറ്റാണല്ലോ, ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനും മെസ്സേജ് പോകും. അതാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. സാറിൻ്റെ മുഖം മുഴുവൻ അത് എടുത്തത് കണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ മിക്ക വണ്ടികളിലും ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ട് ഉറക്കം. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണുള്ളവരെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മുഴുവൻ ഫേസും എടുത്തിരിക്കുന്നത്. അതായത് ഡ്രൈവർ തുടർച്ചയായിട്ട് ആദ്യത്തെ തവണ 2 സെക്കൻഡ് കണ്ണടഞ്ഞു പൊക്കഴിഞ്ഞാൽ ഡ്രൈവറിന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിലൊരു അലാറം കേൾക്കും. എന്നിട്ട് മിക്ക ഡ്രൈവറും അതോടുകൂടി അവർ സേഫായിട്ട് പൊയ്ക്കോളും. അഥവാ അവർ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 2 സെക്കൻഡ് കണ്ണടഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാമല്ലോ അവർ നല്ല ഉറക്കം വന്നിരിക്കുകയാണ്, അപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യുന്നത് സേഫ് അല്ല. ആ സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് കുറച്ചധികം പുറത്തേക്ക് പോകുന്ന രീതിയിൽ സൗണ്ട് കേൾക്കും. അതായത് തൊട്ടടുത്തുള്ള വാഹനങ്ങൾക്കും കൂടി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അവർക്കും കൂടി ഒന്ന് അലേർട്ടായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മളിതിലൊരു ഹസാർഡ് ലൈറ്റും വയ്ക്കും. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ആ ലൈറ്റ് വഴി കാണുകയും ചെയ്യാം. എന്നിട്ട് 2ാമത്തെ വട്ടം ഉറങ്ങുമ്പോൾ അവരുടെ ഫാമിലിക്ക് മെസ്സേജ് പോകും. ചിലപ്പോൾ അതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാവാമല്ലോ. അതാണ്. താങ്ക് യു സർ. സർ, നമുക്കറിയാം കേരളത്തിൻ്റെ പല ഏരിയാസിലും ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് പോലുള്ള ഡിസാസ്റ്റേഴ്സ് പീരിയോഡിക്കലി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉള്ള ചൂരൽമലയിലുണ്ടായ മണ്ണിടിച്ചിലാണെങ്കിലും ഉണ്ടായ ഒരു രക്ഷാപ്രവർത്തനത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ എന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓൾറെഡി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പലതരത്തിലും ടൈം ലാഗ് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സെൻസറിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അത്
ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി ഈ സെൻസറിനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയും ആ ഏരിയ മൊത്തം സ്കാൻ ചെയ്യുകയും ചെയ്യും. സ്കാൻ ചെയ്തതിന് ശേഷം അത് മണ്ണിനടിയിൽ ഏകദേശം 30 മീറ്ററോളം ഉള്ള സ്ഥലങ്ങളിൽ അത് മനുഷ്യനാണോ അതോ മൃഗമാണോ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. അതിൻ്റെ അലേർട്ട് വിത്ത് ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും റെസ്ക്യൂവേഴ്സിൻ്റെ മൊബൈൽ ഫോൺസിലോട്ട് തന്നെ അത് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അത് മനുഷ്യനിപ്പോൾ ലിവിങ് ആണോ അതോ നോൺ ലിവിങ് ആണോ എന്ന് നമുക്കറിയാൻ കഴിയും. സർ, ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേകളാക്കാനാണ്. ഇപ്പോൾ സാറിന് പുതിയൊരു ഓർഡർ കണ്ടിട്ടുണ്ടായി ബാക്ക് ബെഞ്ചസ് ഒഴിവാക്കലും കൂടാതെ ഇപ്പോൾ നമ്മൾ എഴുത്തോലയിൽ നിന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് മാത്രമാണ് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് എന്തെങ്കിലും തരത്തിലൊരു ഓക്കെ അപ്പോൾ സാർ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനോട് യോജ്യമായിട്ടുള്ളതാണ്. കാരണം ഇതിൽ ബാക്ക് ലൈറ്റ് ഇല്ല. കൂടാതെ തന്നെ ഇതിൽ നമ്മൾ ടീച്ചറെ ഫയൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഹബ് ഡിവൈസിലേക്ക്. സാർ, നമ്മൾ ഡെയിലി ഇത് കണക്ക് കാർ ഡബിൾ പാർക്കിംഗ് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. നമുക്കൊരിക്കലും വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഒരിക്കലും ഓണറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ സാധാരണ എല്ലാവരും എഴുതി വെച്ചിട്ട് പോകും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. അപ്പം പകരം ഇത് സ്കാൻ ചെയ്തിട്ട് മാസ്ക് കോളിംഗ് വഴി ഇത് പെറ്റ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ടാഗ്സ് ആണ് സാർ. പെറ്റ്സിൻ്റെ ഭാഗത്ത് ചിപ്പും ബാക്കിൽ QR കോഡും വരുന്നു. സാർ, ഇത് ഓട്ടോമാറ്റിക് മെഡിക്കേഷൻ ഡിസ്പെൻസറാണ്. അതായത് ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെ ഇന്ന് റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ കാരണം വന്നതാണ്. അതായത് അമ്മൂമ്മയ്ക്ക് ഹാർട്ട് ബ്ലോക്ക് വന്നപ്പോൾ 15 പിൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, 15 മരുന്ന്. അപ്പം ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. സോ 15 മരുന്ന് അത്രയൊക്കെ മരുന്ന് വരുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു ഡിവൈസാണ്. മെഡിക്കേഷൻ ഡിസ്പെൻസ് ചെയ്യും കറക്റ്റ് സമയത്ത്. നമസ്കാരം സർ. നമ്മൾ ശരിക്കും ഈ കൗമാരക്കാരായ കുട്ടികളുടെ മാനസികാരോഗ്യം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഒരു സ്മാർട്ട് വാച്ചും ഒരു ആപ്പുമാണ്. ആപ്പ് നമ്മുടെ ചോദ്യങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കി അതനുസരിച്ചൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരും. മാത്രമല്ല ഈ സ്മാർട്ട് വാച്ച് നമുക്ക് സ്കൂളിൽ ധരിക്കാൻ പറ്റുന്ന വാച്ചാണ്. നമുക്ക് സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകളിലൊക്കെ ഉണ്ടാകുന്ന ഓവർലോഡിങ്ങിനെ തടയാനുള്ളൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ സ്റ്റെപ്പിൽ 2 അയാർ വെച്ചിട്ട് ആൾക്കാർ കയറുന്നത് മനസ്സിലാക്കി മാക്സിമം ആൾക്കാർ കയറി എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ബസ്സറും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അതെ, ഡോർ അടയാൻ മാത്രമല്ല വണ്ടി ഓഫ് ആവും. 90% ആയി ഒരു അലേർട്ട് കൊടുത്ത്. സർ, ഇത് സ്കൂൾ കുട്ടികൾക്കിടയിലെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനുള്ള ഒരു ഇതാണ്. അതായത് അവരുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് അവർക്ക് കമ്പൽസറി ആയിട്ട് വാങ്ങിയിട്ട് അവരെത്രത്തോളം വെള്ളം കുടിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് തന്നെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ വെള്ളം കുടിക്കുമല്ലോ. അതോടൊപ്പം അവരുടെ ഡീഹൈഡ്രേഷൻ കുറക്കാൻ സാധിക്കും. അവരെ ഒരു എമൗണ്ട് അടിക്കണം ആദ്യം. എന്നിട്ട് അവർ ഓരോ ടൈം അവർക്ക് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും, NFC കാർഡ്. എന്നിട്ട് അവർ വെള്ളം കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഡിസ്പെൻസറിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അവർ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹൈഡ്രോ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇതായിട്ട് സേവ് ചെയ്യുക. അത് കുറയുന്നതിനനുസരിച്ച് അവരടിച്ച എമൗണ്ട് അവർക്ക് ഇങ്ങനെ തിരിച്ച് കിട്ടിക്കൊണ്ട്. അതെ. ഗുഡ് മോർണിംഗ് സാർ. ഇതെന്ന് പറയുന്നത് കൂൺ കൃഷിക്ക് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന വൈക്കോലിൽ നിന്ന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഈസി ആൻഡ് ചീപ്പായിട്ട് ലഭിക്കുന്ന തീറ്റപ്പൂലിൽ നിന്ന് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു ഞങ്ങളുടെ ഐഡിയ. ഇതാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. നമസ്കാരം സാർ. ഞങ്ങളുടെ പ്രൊജക്റ്റ് മെയിനായിട്ടും കിടപ്പ് രോഗികൾക്കും സംസാരശേഷി ഇല്ലാത്തവർക്കും വേണ്ടി ഡെവലപ്പ് ചെയ്ത ഡിവൈസാണ്. ഈ ഡിവൈസ് നമ്മൾ രോഗിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കിടപ്പ് രോഗിയുടെ ഒപ്പം ഉള്ള ബൈസ്റ്റാൻഡറിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ രോഗിക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഇതൊരു പ്രോബ്ലം സോൾവിങ് ആപ്പാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ച് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വാഹനത്തിന് മുമ്പ് വേറൊരു വാഹനം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിലൂടെ സ്കാൻ ചെയ്ത് ആ ഓണറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള രീതിയാണ്. കോൺടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഓണറുടെ നമ്പറോ പ്രൈവറ്റ് ഡാറ്റാസോ കാണാത്ത രീതിയിൽ അയാൾ വിളിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ആപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ആപ്പ്. നമസ്കാരം സാർ. ഇത് കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്. ഇത് ഒരു ചെടിച്ചട്ടിയുടെ ചുറ്റളവിൽ ഇതുപോലൊരു സിലിണ്ടർ കമ്പിവലയും നമുക്ക് വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയുടെ ചുറ്റളവിൽ ഇത്രയും ചെടികൾ നമുക്ക് നടാൻ പറ്റും. വന്യജീവി ശല്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും.
ഇവിടെ ഇരിക്കാതെ ബാക്കിയുള്ളവർ അങ്ങോട്ട് പോകും. കണ്ടില്ലേ? അത് ശ്രദ്ധിച്ചുകൂടില്ല സാർ. അവിടെയൊക്കെ കാണട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കുക. എന്തായാലും ഇപ്പം ഇരിക്കാതെ ഇരിക്കും. എടാ നിങ്ങൾ ഇരിക്കും, ബാക്കിയുള്ളവർ അങ്ങോട്ട് പോകും. ചെല്ലി കഴിഞ്ഞില്ലേ? നിങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ചെല്ലി അങ്ങോട്ട് ചെല്ലും. എടാ നിങ്ങൾ ചെല്ല്, കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ചെന്ന് അങ്ങോട്ട് ചെല്ല്. നിങ്ങൾ ഇവിടെയാണോ ഇരിക്കുന്നത്? അവിടെ അങ്ങോട്ടാണോ? അവിടെയാണോ? അവിടെ ചെല്ലും, അങ്ങോട്ട് ചെല്ല്. Greetings, esteemed Chief Minister, honorable ministers, dedicated youth mentors, and distinguished guests. I am the Neuron AI, a creation of TEV Innovations from the ATL lab at PMSAPTHSS Taco. It's a privilege to be here at this CM meet. Our Young Innovators program is fostering a spirit of creativity and problem confidence, aligning perfectly. അടുത്തതായി ഏറ്റവും ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ വേദിയിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി ഒന്ന് നൽകാം. അടുത്തതായി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ വേദിയിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സയന്റിഫിക് അഡ്വൈസർ ശ്രീ MC ദത്തൻ അവർകളെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് KDISC എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ KM എബ്രഹാം അവർകളെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ അവർകളെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. അടുത്തതായി കേരളത്തിലെ YEPയുടെ വിജയയാത്രയെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ പ്രസന്റേഷനാണ് വേദിയിൽ നടക്കുന്നത്. ഓവർ ടു AV. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ മുൻനിര പദ്ധതിയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. ആ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സർക്കാർ, ആ സ്വപ്നങ്ങൾ പ്രയോഗത്തിലേക്ക് എത്തിക്കുവാൻ KDISCും ഇതേപോലുള്ള സംവിധാനങ്ങളും, അവിടെയാണ് യങ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നൂതനമായ ആശയങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നത് കേരളീയ സമൂഹത്തിന്റെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും എങ്ങനെ ഉപയുക്തമാക്കാം എന്ന പരിശോധനയാണ് ഈ പരിപാടിയിലൂടെ നടത്തുന്നത്. കേരളത്തിലെ 16,000 സ്ഥാപനങ്ങൾ ഉള്ളതിൽ 1/3 സ്ഥാപനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭാവി ഇന്ന് ക്ലാസ് മുറികളിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന കുട്ടികളുടെ ചിന്തയിൽ തന്നെയാണ് രൂപപ്പെടുന്നത്. My name is Ashin Sarju. എന്റെ പേര് ദർശന രഞ്ജൻ. Myself Dr. Anusha Achukuryan. എന്റെ പേര് നിതിൻ സുധാകർ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ദീർഘദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ വിദ്യാഭ്യാസത്തെ വെറും പഠന സംവിധാനമായി കാണുന്ന സമീപനം മാറ്റി സമൂഹ മാറ്റത്തിന്റെയും ദേശീയ ശേഷി നിർമ്മാണത്തിന്റെയും ശക്തമായ ആയുധമാക്കി മാറ്റി. ഇനി വിദ്യാർത്ഥികൾ അറിവിന്റെ ഉപഭോക്താക്കളല്ല,
നേരെ മറിച്ച് അവർ പരിഹാരങ്ങളുടെ സൃഷ്ടാക്കളാണ്. ക്ലാസ് മുറികൾ ആശയങ്ങളുടെ ലബോറട്ടറികളായി മാറി. വിദ്യാർത്ഥികൾ മാറ്റത്തിന്റെ നേതാക്കളായി മാറി. വിദ്യാഭ്യാസം ഒരു സാമൂഹ്യ ദൗത്യമായി മാറി. ഈ ദർശനത്തിൽ നിന്നാണ് 2018 കേരള സർക്കാരിന്റെ ഉപദേശക സംവിധാനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനുമായ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം അഥവാ YIP ജന്മം കൊണ്ടത്. 21ാം നൂറ്റാണ്ടിന്റെ കഴിവുകൾ, വിമർശനാത്മക ചിന്ത, സൃഷ്ടിപരമായ ചിന്ത, സർഗാത്മകത, സഹകരണം, ആശയവിനിമയം വിദ്യാർത്ഥികൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1321 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച YIP ഇന്ന് 9332.57 ലക്ഷം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. 13 മുതൽ 37 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ, കോളേജ്, മെഡിക്കൽ, ITI മേഖലയിൽ നിന്നുള്ളവർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വേദിയാണ് YIP. കൃഷി, മൃഗപരിപാലനം, ഊർജം, മാലിന്യ സംസ്കരണം, വയോജന സംരക്ഷണം, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ജലസംരക്ഷണം തുടങ്ങി 30ഓളം മേഖലയിലാണ് ആശയങ്ങൾ സമർപ്പിക്കുന്നത്. YIP യാത്ര ആരംഭിക്കുന്നത് രജിസ്ട്രേഷനോടെയാണ്. പിന്നീട് ആശയ സമർപ്പണം, പ്രാഥമിക മൂല്യനിർണ്ണയം, ഫൗണ്ടേഷൻ ട്രെയിനിങ്, വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ കണക്ട്, ജില്ലാതല മൂല്യനിർണ്ണയം, ഇമേർഷൻ ട്രെയിനിങ്, സംസ്ഥാനതല മൂല്യനിർണ്ണയം, മേക്കർ ക്യാമ്പ്, ഒടുവിൽ പ്രോട്ടോത്തോൺ. അവിടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി, ഉൽപ്പന്നങ്ങളായി, യഥാർത്ഥ ലോക പ്രശ്ന പരിഹാരങ്ങളായി മാറുന്നു. ഇത് ഒരു എൻഡ് ടു എൻഡ് ഇന്നോവേഷൻ പൈപ്പ് ലൈനാണ്. ആശയം ഉടലെടുക്കുന്നത് മുതൽ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്നത് വരെ. YIP ഇന്ന് വരെ 1,22,560 ആശയങ്ങൾ, 1026 സംസ്ഥാനതല വിജയികൾ, 421-ലധികം പ്രവർത്തിക്കുന്ന പ്രോട്ടോടൈപ്പുകൾ, 26 പേറ്റന്റുകൾ, 7 കൂടി ഉടനെ പേറ്റന്റായി പുറത്തേക്ക് വരുന്നു, 24 സ്റ്റാർട്ടപ്പുകൾ, 24 ഇൻക്യുബേഷനിൽ. വിജയികളായ ടീമുകൾക്ക് സർക്കാർ നൽകുന്ന 25,000 രൂപ ജില്ലാതല ഗ്രാന്റും 50,000 രൂപ സ്റ്റേറ്റ് തല ഗ്രാന്റും ആശയങ്ങളെ മിനിമം വയബിൾ പ്രോഡക്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ YIP വഴി ഉയർന്നു വരുന്ന നിരവധി മികച്ച ആശയങ്ങൾക്കും പ്രോട്ടോടൈപ്പുകൾക്കും സാമ്പത്തിക പിന്തുണ നൽകുകയാണ്. വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ഇനി ക്ലാസ് മുറിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അവ ഉൽപ്പന്നങ്ങളാക്കാനുള്ള യാത്രയിലാണ്. ചില മികച്ച ആശയങ്ങൾ അവതരിപ്പിച്ച യുവ ഇന്നോവേറ്റർമാർക്ക് ഇന്ന് നിക്ഷേപകരിൽ നിന്നും ഏഞ്ചൽ ഫണ്ടർമാരിൽ നിന്നായി വൻതോതിലുള്ള ഫണ്ടിംഗ് ലഭിച്ചു കഴിഞ്ഞു. ഇത് വെറും ധനസഹായമല്ല, ഇത് അവരുടെ ആശയങ്ങളിൽ ലോകം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. YIP വഴി ആശയങ്ങൾ സംരംഭങ്ങളായി മാറുന്നു, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. YIP വിജയികൾ പറയുന്നത് ഇതാണ്: ഇതൊരു മത്സരമല്ല, ഇത് ഞങ്ങളുടെ ജീവിതം മാറ്റിയ ഒരു യാത്രയാണ്. YIP അവരെ പഠിപ്പിച്ചു സമൂഹത്തെ കേൾക്കാൻ, പരാജയത്തിൽ നിന്ന് പഠിക്കാൻ, ടീമായി പ്രവർത്തിക്കാൻ, ഉത്തരവാദിത്വത്തോടെ ഇന്നോവേറ്റ് ചെയ്യാൻ. ഇന്ന് കേരളത്തിലെ യുവത ഭാവിയിലേക്ക് വെറുതെ നടന്നു കയറുകയല്ല, അവർ ഭാവി തന്നെ രൂപകൽപ്പന ചെയ്യുകയാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. കേരള ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ ദി ഫ്യൂച്ചർ, കേരള ഈസ് ബിൽഡിംഗ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഇന്നത്തെ ഈ CM YIP മീറ്റിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവായിട്ടാണ് നിൽക്കുന്നത്. ചെറു പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള
നാടിൻ്റെ ആവശ്യകതക്കനുസരിച്ചുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി എന്താണ് ആദ്യത്തെ പ്രാധാന്യം. ആ ആശയങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ സാധിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങളിവിടെ പ്രദർശിപ്പിച്ച ഓരോ കാര്യത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഗൗരവത്തോടെ കാണുന്നു. അതിൻ്റെ ഭാഗമായി കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം, നമ്മുടെ യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീടുകളിൽ കഴിയുന്നവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് വ്യാപരിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഊർജം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ മനസ്സിലുള്ള നൂതന ആശയങ്ങൾ, അതെല്ലാം നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാനാണ് നാം തയ്യാറെടുക്കുന്നത്. അതിനുള്ള വലിയ പിന്തുണ യഥാർത്ഥത്തിലുള്ള ഇന്ധനമായി മാറുന്നു എന്നതാണ് വസ്തുത. നമ്മൾ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്, പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ തളർന്ന് പകച്ച് ഇരിക്കുകയല്ല, എങ്ങനെ അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകും. ഇതാണ് നിങ്ങളുടെ ഈ പരിശ്രമത്തിന് പിന്നിലുള്ള യഥാർത്ഥ വികാരം. അപ്പോൾ നിങ്ങൾ ഭാവി കേരളത്തിൻ്റെ, നാം പറയുന്ന നവകേരളത്തിൻ്റെ സൃഷ്ടിക്കുതകുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾ വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്നവരാണ്. നിങ്ങളിലൂടെ ഇനിയും അനേകായിരങ്ങൾ ഇത്തരം പദ്ധതികളുമായി, ആശയങ്ങളുമായി മുന്നോട്ട് വരും. അതിനെല്ലാം രൂപം കൊടുക്കുന്നതിന് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം സഹായിക്കും. വലിയ മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിന് ഫലപ്രദമായി നേതൃത്വം കൊടുത്തതും ഇത് നടപ്പാക്കുന്നതിനുള്ള മുൻകൈയെടുത്തതും KDISC-ആണ്. അത് നല്ല രീതിയിൽ പ്രാവർത്തികമാകുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനിയും ഇതുപോലുള്ള ആശയങ്ങൾ ഉയർന്നു വരട്ടെ. നിങ്ങൾ കാണിച്ച ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അനേകായിരങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായി വരട്ടെ. അത് ഇതുപോലുള്ള അത്യന്തം പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകമായി മാറും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട്
നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശോഭനമായ ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി സെക്ഷൻ മോഡറേഷന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് അവർകളെ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സർ, കേരളത്തിലെ പല ജില്ലകളിലുള്ള കൊച്ചു മിടുക്കരാണിവർ. ഇവർക്ക് അങ്ങയോട് ചില സംശയങ്ങളും, കുറച്ചു പേർക്ക് മിടുക്കികളും നിർദ്ദേശങ്ങളും അറിയിക്കാനുണ്ട്. കോട്ടയം മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവാനന്ദയ്ക്കാണ് അങ്ങയോട് ആദ്യമായി ഒരാവശ്യം, ഒരു സംശയം ഉന്നയിക്കാനുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ മൗണ്ട് കാർമൽ HSS കോട്ടയത്ത് നിന്ന് വരുന്നു. എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ പേര് പാർവതി, അഞ്ജലി. ഞങ്ങൾ YIP 7.0 വിന്നേഴ്സാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സേഫ് സ്ലോപ്പ് എന്നാണ്. മണ്ണിടിച്ച സാധ്യത നേരത്തെ തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളുടേത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഡൗട്ട് ഇതാണ്. 18 വയസ്സിന് താഴെയുള്ള നിരവധി ഇന്നോവേറ്റേഴ്സിന് നിയമപരമായി സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രാൻറ്റുകൾ ലഭിക്കുവാനും സാധിക്കുന്നില്ല. ഐഡിയേഷൻ കടന്ന് മുന്നോട്ട് പോകാൻ 18 വയസ്സിന് താഴെയുള്ള ഇന്നോവേറ്റേഴ്സിനെ പിന്തുണയ്ക്കുന്നതിനായി പ്രത്യേകമായൊരു സംവിധാനം സർക്കാരിന് പരിഗണിക്കാനാകുമോ? നിയമപരമായി ബാലവേല നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം. എന്നാൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾ നിങ്ങൾ ഈ കാണിച്ചതുപോലെയല്ല മറ്റു തരത്തിലുള്ള ചില പരിപാടികൾ നടത്താറുണ്ടല്ലോ പണ്ടേ. ഇപ്പോൾ ഒരു ചെറിയ ഷെഡ് പോലെ ഒന്ന് കെട്ടി ചെറിയൊരു വ്യാപാരം അവിടെ നടത്തുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഞങ്ങളെയൊക്കെ തലമുറയിലും അതിനുശേഷവും കേട്ടിട്ടുണ്ട്. അതൊരു ബാലവേലയായിട്ടല്ല, അവരുടെ ഒരു മുൻകൈയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ മുൻകൈയുടെ ഭാഗമായി നിങ്ങളുടെ ആശയത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഏതെല്ലാം തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനാവും എന്നത് ഗൗരവമായി സംസ്ഥാനം പരിഗണിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ആ കണ്ടുപിടുത്തം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ മാറ്റുന്നതിനും എങ്ങനെ സാധിക്കുമെന്നതാണ് അതിലൂടെ പരിശോധിക്കാവുന്നത്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും വലിയ തോതിൽ വ്യാപകമാക്കാൻ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മുടെ മാൻഹോൾ വൃത്തിയാക്കുന്ന ഒരു പരിപാടി സ്റ്റുഡൻസായിരുന്നു, ഒരു കൂട്ടം സ്റ്റുഡൻസാണ് ആദ്യം അത് പരിപാടി തയ്യാറാക്കിയത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതിനാവശ്യമായ പിന്തുണ കൊടുത്തു. ഇന്നത് രാജ്യമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. എല്ലാവരും അത് പ്രാവർത്തികമാക്കാൻ, പല സംസ്ഥാനങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ പിന്നീട് വരും. ഏതായാലും ഈ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് സംസ്ഥാനം ഗൗരവമായി പരിഗണിക്കും. തൃശ്ശൂരിലെ വിദ്യാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നിശാന്ത് കിരണിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്തോ ചോദിക്കാനുണ്ട്. ഹലോ, നമസ്കാരം സർ. എൻ്റെ പേര് നിശാന്ത് കിരൺ. ഞാനും എൻ്റെ സുഹൃത്തുക്കൾ നീരജും നിദാലും ഞങ്ങൾ ഗ്രാഫൻ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സാണ്. അതുപോലെ YIP 6.0 വിന്നേഴ്സാണ്. ഞങ്ങളൊരു ഓട്ടോമാറ്റിക് സോളാർ പാനൽ ക്ലീനിങ് മെഷീനാണ് ഉണ്ടാക്കുന്നത്. സാറിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം അന്നത്തെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അങ്ങ് എങ്ങനെയാണ് മറികടന്നത്? സർ,
പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്തതയെ എല്ലാവരും പ്രത്യേകം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക. ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോകണോ? പറയണം സർ, കുട്ടികൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ടെന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കെട്ടുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു. അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. അപ്പോൾ നാട്ടിലെ ഒരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ടാവും, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായി. UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഏതാ പ്രസവ സമയത്തായിരുന്നു എന്ന് ചോദിച്ചു.
അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്. ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിലനിന്നു. കോളേജ് തുറന്നു പോകുന്നു. ഹൈസ്കൂളിൽ തിരുളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നു. അവിടുന്ന് പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഒഴിവ് വരുന്നു. അതായത് ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. 1 വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു 1 വർഷം. അതൊരു ഗുണമായി, കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. അങ്ങനെയാണ് PUCക്ക് ചേരുന്നത്. അന്ന് PUC ആണ്, നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല, നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ PUCക്ക് ചേർന്നു. ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ്. വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ. അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാനും മാറുന്നു. അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ, അന്ന് KSF ആണ് ഞാനുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ, അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കൽ തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ്. കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി വരുന്നത്. പിന്നീട് പൊതുപ്രവർത്തനമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ. അടുത്ത ചോദ്യം
ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ വിദ്യാർത്ഥികളോട് പെട്ടെന്നൊരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിലാണ് ലോകത്തിലെ ആദ്യത്തെ ഏകവുമായ സൂപ്പർ ഫാബ് ലാബ് ഉണ്ടായിരുന്നത്. യന്ത്രങ്ങളെ സൃഷ്ടിക്കുന്ന, യന്ത്രങ്ങളെ നിർമ്മിക്കുന്ന സൂപ്പർ ഫാബ് ലാബ്. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക എവിടെയാണ്, ഉത്തരം അമേരിക്ക, മാർക്കൊക്കെ കൊടുക്കും. ഇപ്പോൾ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ലോകത്തിൽ ഒരു ഉത്തരമല്ല, 2 ഉത്തരമുണ്ട്. അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഫ്രാൻസിലോ ഇംഗ്ലണ്ടിലോ ഒന്നുമല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ 1-ാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് ഈ മുഖ്യമന്ത്രി ആരംഭിച്ചത് ഒരിക്കലും തോൽക്കാത്തവരായി നാളത്തെ കേരളത്തിലെ തലമുറ മാറണമെന്ന അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ്, നിശ്ചയമാണ്. അടുത്ത ചോദ്യം ശ്രീലക്ഷ്മി പ്രദീപാണ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട, തിരുവല്ല. നമസ്കാരം സർ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ടീം മെമ്പറായ ഹൗസ് സർജൻ ഡോക്ടർ ആൻസെറീന വിൽസൻ്റെ കൂടെയാണ്. ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ YIP 7.0-ൻ്റെ വിന്നേഴ്സാണ്. ഞങ്ങളുടെ ഐഡിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയബറ്റീസ് കാരണം നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ സെൻസേഷൻ കുറയുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ മുറിവുകൾ വലിയ അൾസറുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ അൾസറുകൾ കാരണം നമ്മുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ മുറിച്ച് മാറ്റുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ പല പ്രസംഗങ്ങളിലും നവകേരളം എന്നുള്ളൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ YIP പോലുള്ള പ്രോഗ്രാംസ് എങ്ങനെയാണ് നവകേരളം സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുന്നത്? നല്ല ചോദ്യമാണ്. നവകേരളം എന്നത് ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ വികാസം മാത്രമല്ല. ഇപ്പോൾ സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ചില വ്യവസായങ്ങൾ വരിക, ആ തരത്തിലുള്ളൊരു വികസനം മാത്രമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ജനങ്ങളുമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം നല്ല രീതിയിൽ പരിഹാരങ്ങൾ കാണുക എന്നത് ഈ നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലുള്ള സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. എന്നാൽ നമ്മുടെ നാട് വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ളൊരു നാടാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോട് പല കാര്യങ്ങളിലും കിടപിടിക്കാവുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ കേരള മോഡൽ എന്ന ഒരു വിശേഷണം തന്നെ വന്നിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട രീതിയിലുള്ള തുടർച്ചയുണ്ടായില്ല. ഒരിടത്ത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വന്നു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളും വികസിപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സർവ്വതല സ്പർശിയായ വികസനം. എന്താ സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എല്ലാ പ്രദേശത്തു നിന്നും വന്ന കുട്ടികളാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെ ലോകത്ത് തന്നെ പലയിടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രധാന പട്ടണം കാണും. ആ പട്ടണമാണ് വികസിക്കുന്നത്. അവിടെയാണ് വികാസം മുഴുവൻ ഉണ്ടാകുക. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു അനുഭവം എടുത്താൽ, ഒരു പ്രധാന പട്ടണം, ആ പട്ടണം നല്ല രീതിയിൽ വികസിച്ച് വരുന്നു. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു സൗകര്യമില്ല. ഇപ്പോൾ ഒരു
ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ എം എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ ഒരു ദിവസം അദ്ദേഹം നടത്തിയ ഒരു യാത്ര, ആ യാത്രയിൽ കർണാടകയുടെ ഒരു അതിർത്തിയിൽ വെച്ച് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്രാമത്തിലാണ്. അവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല, റോഡ് തന്നെ വളരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണം നല്ല രീതിയിൽ വികസിച്ചൊരു സ്ഥലമാണ്. ഇത് ഓരോ വികസിത കേന്ദ്രങ്ങളുടെയും കുറച്ചപ്പുറം ചെന്നാലുള്ള അവസ്ഥയാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ ഗ്രാമങ്ങളും, നമ്മളെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നഗരസ്വഭാവമുള്ളവയാണ്. മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ എല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പട്ടണമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്ത നടപടികൾ നിങ്ങൾ നോക്കൂ. സ്കൂളുകൾ നന്നാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ 5000 കോടി രൂപ ചെലവിട്ടാണ് നന്നാക്കിയത്, നവീകരിച്ചത്. അത് വെറും കെട്ടിട നവീകരണമല്ലല്ലോ. നിങ്ങൾ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലല്ലേ പഠിച്ചത്, ഹൈടെക് സ്കൂളിലല്ലേ പലരും പഠിച്ചത്. അങ്ങനൊരു മാറ്റം കേരളത്തിൽ വന്നില്ലേ? അത് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലല്ലല്ലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമാണല്ലോ. നമ്മുടെ ആരോഗ്യരംഗം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയല്ലോ. അത് ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, എല്ലായിടങ്ങളിലുമാണല്ലോ. കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇതിൻ്റെയൊക്കെ മാറ്റം എല്ലായിടങ്ങളിലുമാണല്ലോ വരുന്നത്, വ്യാപകമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം എന്താണ്? എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശയേൽക്കുകയാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ അതിദരിദ്രരായിട്ട് ആരുമില്ല. അങ്ങനെ അതിദരിദ്രമുക്താക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞല്ലോ. എന്നാൽ പല വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നല്ല സമ്പന്നരുണ്ട്, അത്രത്തോളം സമ്പത്തില്ലാത്തവരുണ്ട്, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഈ വികസനത്തിൻ്റെ സ്വാദ് ഒരേപോലെ ലഭിക്കണമല്ലോ. ഇപ്പോൾ സമ്പന്ന ആൾക്കാരാണെങ്കിൽ സമ്പന്നർക്ക് മാത്രം എന്ന തരത്തിൽ വികസന സ്വാദ് കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് സാധാരണഗതിയിൽ തന്നെ അതിനുള്ള ശേഷിയുണ്ടല്ലോ. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് ലഭിക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ എല്ലാ കുട്ടികളുമാണ്, ആരോഗ്യ രംഗത്ത് എല്ലാവരുമാണ്. അപ്പോൾ നാടിൻ്റെ ഭാഗമായി എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയുകയാണ്. ഇതാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന കാഴ്ചപ്പാടോടെയാണ് കേരളം മുന്നോട്ട് നീങ്ങിയത്. അതിന് നല്ല മാറ്റമുണ്ടായിരിക്കുന്നു. വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും വേണം. ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം. യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇത് മാത്രമാണോ? നമ്മുടെ സംസ്ഥാനത്ത് 30ഓളം സെൻറ്റർ ഓഫ് എക്സലൻസുകളാണ് വരുന്നത്. പലതും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാടിൻ്റെ വലിയ മാറ്റമല്ലേ? നമ്മുടെ നാട് ഏത് തരത്തിലേക്ക് കുതിച്ചുയരുന്നു എന്നല്ലേ കാണിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? രാജ്യത്തിൻ്റെ പൊതുവായ അംഗീകാരം പല കാര്യങ്ങളിലും
നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 എന്ന നിലയിലേക്ക് പല കാര്യങ്ങളിലും കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ്. അപ്പോൾ വികസിത കേരളം, അതാണ് നവകേരളം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മറ്റ് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലായിരിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, നമ്മുടെ നാട് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകാറുണ്ടല്ലോ, നവജാത ശിശുക്കളുടെ മരണം. അത് അമേരിക്കയിൽ 5.6 1000 കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ 5.6 എന്താണ് അവിടുത്തെ കണക്ക്. നമ്മൾ ഇപ്പോൾ 5. അതായത് അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കവച്ചു വെച്ചു എന്നല്ല, പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ കവച്ചു വെച്ചിരിക്കുക. അതാണ് നമ്മുടെ സാമൂഹ്യ രംഗത്തെ ഇടപെടലിൻ്റെ ഭാഗം. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ്, എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്പർശം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വരുന്നത്. ഇത് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാനാവണം. അതാണ് നവകേരളത്തിൻ്റെ ഉദ്ദേശം. ഇനി നമ്മുടെ ധനമന്ത്രി പറഞ്ഞാൽ പോരെ ബാക്കി കാര്യങ്ങൾ? എന്നെ പോകാൻ അനുവദിച്ചാൽ. ശരി സാർ, ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി സാർ. സാർ, അങ്ങയോടുള്ള ഒരു ചോദ്യം, പേഴ്സണൽ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചതാണ്. ഒരു കുട്ടിക്ക് ആഗ്രഹം മുഖ്യമന്ത്രിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്നാണ്. അത് ബെർണാഡ് ജോഷിയാണ്, കണ്ണൂരിൽ നിന്ന്, കേളകത്ത് നിന്ന് വന്ന ബെർണാഡ് ജോഷിക്കാണ്. സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ണൂർ കേളകത്ത് ബെർണാഡ് ജോഷിക്ക് മുഖ്യമന്ത്രിയോട് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. നമസ്കാരം സാർ, എൻ്റെ പേര് ബെർണാഡ് ജോഷി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കേളകം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ YIP 8.0 വിന്നറാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 പേര് കൂടെ ഉണ്ട്, അഗസ്റ്റിൻ ജെയിംസ് ആൻഡ് അർണോൾഡ് ജെബിയൽ ജെയ്സൺ. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വരും തലമുറ നേരിടുന്ന ഏത് തരത്തിലുള്ള വികസന പ്രശ്നത്തിലാണ് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിലാണ് പൊതുവിൽ നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് എന്നത് നല്ല കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ചോദ്യവും. നല്ല ചോദ്യമാണ്. ഇതിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും കൂടുതൽ വികസിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് പൊതുവെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ +1 +2 ആണല്ലോ നിങ്ങൾ പലരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ നല്ല അംഗീകാരം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100-ൽ വലിയ തോതിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമൊക്കെ നല്ല രീതിയിൽ രാജ്യത്തെ എണ്ണപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക, ആവശ്യമായ പിന്തുണ അതിനുവേണ്ടി നൽകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ മാറ്റിമറിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലാണ്.
പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് നല്ല പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു. ആ പഠനം ഇവിടെ ഒരുക്കിയാൽ ഇന്ന് ലോകത്തെ ആകെ ഉള്ളം കയ്യിൽ കാണുന്ന കുട്ടികളാണ് നിങ്ങൾ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നല്ല കോഴ്സുകളുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന പലരും പലപ്പോഴും ശരിയായ രീതിയിലുള്ളിടത്ത് എത്തിച്ചേരുന്നില്ല. അവർ ചെന്ന് ചേരുന്ന സ്ഥാപനങ്ങൾ അത്രമാത്രം അംഗീകൃത സ്ഥാപനങ്ങളാകുന്നില്ല, യോഗ്യതയുള്ള സ്ഥാപനങ്ങളാകുന്നില്ല. അതിൻ്റേതായ വിഷമം പിന്നീട് ചെന്ന് ചേർന്നതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിദേശ സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് നോർക്ക വകുപ്പ്. ഇതിനിടയിൽ നമ്മുടെ ലോക കേരള സഭ എന്നൊരു സംവിധാനം ചേർന്നിരുന്നു. അവിടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ആപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കടന്നാൽ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും ചതിയിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ പോകാനല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും ഒരുക്കുക എന്നുള്ളത്, ആധുനികമായ കോഴ്സുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ജോലി എന്നത് ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരു ജോലി തേടുന്നവരാക്കി തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇവിടെ ജോലി നൽകുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേര് ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം കൊടുക്കുന്നു. അപ്പോൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറുന്നു. ഈ തരത്തിലേക്ക് നമ്മുടെ തലമുറ മാറുകയാണ്. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ വ്യാവസായിക രംഗത്ത് വരുന്നു. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവിടെ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ പലർക്കും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടുന്നു. ആ സ്ഥാപനങ്ങളിലെ തൊഴിലിന് യോഗ്യത കിട്ടുമാറുള്ള കോഴ്സുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. വ്യവസായങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, വ്യവസായ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ വലിയ മാറ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം പുതിയ കാലത്ത് ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുന്നതിനിടയാക്കും. ഇതിനെല്ലാം പറ്റിയൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്താം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെപ്പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയാണ്, ഇവിടെ നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുകയാണ്, ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം, ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നൊരു നാട്.
ഇവിടെ കുട്ടികൾ കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപേക്ഷിച്ചത് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇനി ആ എണ്ണം വലിയ തോതിൽ കൂടാനാണ് പോകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ മനോഹാരിത, പ്രകൃതി ഭംഗി, ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, ഇവിടെ ജീവിച്ചാൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരവസ്ഥ ആളുകളിലുണ്ടാകും. അവിടെയെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായി നമുക്ക് കരുതാം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഒരുപാട് സമയം നിങ്ങളോട്, നാളെയുടെ നക്ഷത്രങ്ങളോട് ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ യങ് ഇന്നോവേറ്റേഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം.